ടു റിമി ടോമീസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എന്നാ ഉണ്ട് വിശേഷം? സുഖാണോ? എല്ലാവരുടെയും കമന്റ്സും കാര്യങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ കുട്ടിപ്പട്ടാളം എപ്പിസോഡ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഇനി എന്റെ പാർട്ട് 3 പാർട്ട് 4 വേണമെന്നൊക്കെ പറയുന്നു. നമ്മൾ ചുമ്മാ പെട്ടെന്നൊന്നും ആലോചിക്കാണ്ട് ഇങ്ങനെ വിചാരിച്ചൊരു ചെയ്ത് ഇത്രയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു. ഒന്ന് ഇന്നത്തെ കാലത്ത് ഇപ്പത്തെ നമ്മുടെ ഒരു സിറ്റുവേഷനിൽ ഒന്ന് ചിരിക്കുക, അല്ലെങ്കിൽ കുറെ പേർക്ക് ചിരിക്കാൻ പറ്റി, ഭയങ്കര പോസിറ്റീവ് എനർജി തരുന്നുണ്ട് ഓരോ എപ്പിസോഡ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഇന്ന് ഭയങ്കര ചിരിക്കാനുള്ള ഒരു എപ്പിസോഡായിട്ടല്ല വരുന്നത്. നമുക്ക് ചിരിക്കണമെങ്കിൽ എന്ത് വേണം? നല്ല ആരോഗ്യം വേണം, അല്ലെ? നന്നായിട്ട് ഹാപ്പി ആയിട്ട് ചിരിക്കാൻ പറ്റുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് ആരോഗ്യം തന്നെയാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും. അപ്പോ അതല്ലാന്നുണ്ടെങ്കിൽ ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ മാക്സിമം നല്ല ഫുഡ് നോക്കി കഴിക്കുക എന്നുള്ള കാര്യം ഇന്ന് എല്ലാവർക്കും അറിയാം. അതിനുവേണ്ടി എല്ലാവരും ഭയങ്കര ഈ പണ്ടത്തെ കാലം വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ കുറച്ചുകൂടി എല്ലാവരും ഭയങ്കര ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യുക, നല്ല ഫുഡ് നോക്കി കഴിക്കുക, എക്സസൈസ് ചെയ്യുക, തടി കുറയ്ക്കുക, അസുഖങ്ങൾ വരാണ്ടിരിക്കാൻ മാക്സിമം നമുക്ക് നോക്കാം. പിന്നെ വരുവോ വരാണ്ടിരിക്കുക എന്നൊക്കെ ഉള്ളത് എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. നമ്മളെ കഴിയുന്നത്ര കുറച്ചൊന്ന് ശ്രദ്ധിക്കാൻ നോക്കാം. അങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, പ്രത്യേകിച്ച് മലയാളികളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായ ഒരു ഫുഡാണ് ഒരു ഇതാണ് ഓട്സ്. മിക്ക ആൾക്കാരും ഒരു നേരമെങ്കിലും ഓട്സ് എടുക്കുന്ന ആൾക്കാരാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് ഒന്നും വലിയ ഇഷ്ടമില്ലായിരുന്നു. എന്റെ വലിയൊരു ഇതല്ലായിരുന്നു. പക്ഷെ ഇതിന്റെ ഗുണത്തെപ്പറ്റി കേട്ടതിന് ശേഷം പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ദിവസം ഒരു നേരം എടുക്കാൻ തോന്നും. അടുപ്പിച്ച് ചിലപ്പോൾ ഇത് കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ മടുക്കുമെങ്കിൽ നമുക്ക് മാറ്റി എടുക്കാം. പല രീതിയിൽ ഉണ്ടാക്കാം ഓട്സ്. ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടില്ലേ, ഓട്സ് കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാം, പുട്ടുണ്ടാക്കാം, ദോശ, പാൻ കേക്ക്, പിന്നെ ഉപ്പുമാവ്, അവല് പോലെ കഴിക്കാം. പല രീതിയിൽ നമുക്ക് ഓട്സ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഓട്സ് എങ്ങനെ നമുക്ക് രുചിയായിട്ട് കഴിക്കാൻ പറ്റും. അവിടെയാണ് നമ്മുടെ മിടുക്ക്. ഈ ഓട്സ് ശരീരത്തിൽ ചെന്നാൽ ഭയങ്കര ഗുണമാണ് താനും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഷുഗർ ഉള്ള ആൾക്കാർ, കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർ, അമിതഭാരമുള്ള ആൾക്കാർ എന്തുകൊണ്ട് ഓട്സ് ചൂസ് ചെയ്യാനുള്ള കാരണം അതിന്റെ അകത്തെ ഫൈബർ കണ്ടന്റ് ആണ്. നാരുകൾ അടങ്ങിയ അത്ര ഉണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ റിസർച്ച് ചെയ്ത് പഠിച്ചു ചെയ്തു കേട്ടോ. പിന്നെ നമുക്ക് കിട്ടാത്ത സംഭവം, നമുക്ക് അറിയത്തില്ലാത്ത കാര്യം. പക്ഷെ ഈ വീഡിയോ കൊണ്ട് ചിലപ്പോൾ ആൾക്കാർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവും. അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഈ റെസിപ്പി. വളരെ ഈസി ആൻഡ് ഹെൽത്തി. ഒരു 5 മിനിറ്റ് മതി നമുക്കിത് ഉണ്ടാക്കിയാനുള്ള ഒരു കഷ്ടപ്പാട്. കുറച്ച് സാധനങ്ങൾ നമുക്ക് ബേസിക് ആയിട്ട് വേണം. ഞാൻ പറയണ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ കോമ്പിനേഷനിൽ വെക്കാം. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വന്നപ്പോഴാണ് ഇത് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായി. ഇപ്പൊ എനിക്കിത് ഒരു നേരം കഴിച്ചാലും ഒരു പുഡിങ് പോലെ, ഒരു ഐസ്ക്രീം പോലെയൊക്കെ ഇരിക്കും. അപ്പൊ നല്ല ടേസ്റ്റിൽ കഴിക്കാം. അത്യാവശ്യം കുറെ സാധനം ഇടുന്നുണ്ട്. ഇതുപോലെ ഒന്നും ഇടണമെന്നില്ല. പക്ഷെ ഇങ്ങനെ ഇട്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓട്സിന്റെ കുറെ ഗുണം ഉണ്ടെങ്കിലും ചെറിയ കുറച്ച് കാര്യത്തിലോട്ട് പോയാല് നമുക്ക് ഇപ്പൊ ഒരു 100 ഗ്രാം നമ്മളൊരു ഓട്സ് എടുക്കുകയെന്ന് വെച്ചു. 100 ഗ്രാം ഒന്നും വേണ്ട. ശരിക്കും ഞാൻ എടുക്കുന്ന ഒരു 40 to 50 ഇതാണ് ഞാൻ എടുക്കുന്നത്. പക്ഷെ ഒരു 100 ഗ്രാം ഓട്സ് നമ്മൾ ഒരു ദിവസം ഒരു നേരത്തെ എടുക്കുവാണെങ്കിൽ അതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് 66% കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒരു 34% പ്രോട്ടീൻ ഉണ്ട്, 44% ഫൈബർ ഉണ്ട്. സാധാരണ ധാന്യവർഗ്ഗങ്ങളിൽ പ്രോട്ടീൻ കണ്ടന്റ് നമുക്ക് അധികം കിട്ടാറില്ല, അല്ലെ? പക്ഷെ അതാണ് ഓട്സിനെ മറ്റു ധാന്യവർഗ്ഗങ്ങളിൽ നിന്ന് പ്രത്യേകത ഉള്ളതാക്കുന്നത്. ഇതിൽ ഇത്രയും ശതമാനം പ്രോട്ടീനും ഇത്രയും ശതമാനം ഫൈബറും ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു ദിവസത്തെ നമ്മുടെ ഫുഡിൽ നിന്ന് കിട്ടണം. എല്ലാ ഫുഡും കഴിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാർബ് വേണം, പ്രോട്ടീൻ വേണം, ഫൈബർ വേണം, ഫാറ്റ് വേണം. അപ്പോ അതാണ് ഓട്സ് ഇത്രയും എല്ലാവരുടെയും ഒരു ഇഷ്ടപ്പെട്ട ഭക്ഷണമായി മാറ്റിയത്. അപ്പോ കൂടുതലൊന്നും ഞാൻ പറയണ്ട. പിന്നെ മഗ്നീഷ്യം, പിന്നെ സിങ്ക്, സെലേനിയം, അങ്ങനെ ഒരുപാട് മിനറൽസ് കൂടെ അടങ്ങിയതാണ്. ഒരുപാടുണ്ട്. ഇത് മാത്രമല്ല, ഒരുപാട് ഗുണമുണ്ട് ഓട്സിന്റെ. അപ്പൊ വേറെ ഇനി പ്രത്യേകിച്ച് ഗുണത്തിലോട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. നേരെ അത് ഉണ്ടാക്കി കാണിക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഉണ്ടാക്കി കാണിക്കാം. അതിന് മുൻപായിട്ട് ഒരു പ്രൊഡക്റ്റ് എനിക്ക് മോംസ്കോ ദ വൈറ്റമിൻ സി റേഞ്ച് അവരെനിക്കൊരു പ്രൊഡക്റ്റ് അയച്ചു തന്നിട്ടുണ്ട്. അതിനെപ്പറ്റി റിവ്യൂ ചെയ്യാൻ. അത് ഞാൻ പെട്ടെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കും. ഒരു ചെറിയൊരു ബ്രീഫായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. മോംസ്കോ വൈറ്റമിൻ സി റേഞ്ച് പ്രോഡക്റ്റ്. മോംസ്കോ വൈറ്റമിൻ സിയെ പറ്റി പറയാനാണെങ്കിൽ ഇത് 84% അസ്കോബിക് ആസിഡ് ഉണ്ട്. ഈതൈൽ അസ്കോബിക് ആസിഡ് വിച്ച് ഹാസ് ഓൾമോസ്റ്റ് ക്ലോസസ്റ്റ് ടു പ്യുർ വൈറ്റമിൻ സി എന്ന് തന്നെ പറയാം. പിന്നെ വൈറ്റമിൻ സിയുടെ പ്രത്യേകത നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യും, റെഡ്യൂസ് ഡാർക്ക് സ്പോട്ട് ആൻഡ് ഈവൻ സ്കിൻ ടോൺ. പിന്നെ എന്താ പറയുക, ബൂസ്റ്റ് ഹൈഡ്രേഷൻ. പിന്നെ സ്കിൻ നല്ല മോയ്സ്ചറൈസ്ഡ് ആക്കും. പിന്നെ UV റേസ് അല്ലെങ്കിൽ പൊല്യൂഷൻ്റെ അകത്തുനിന്നൊക്കെ നമ്മുടെ സ്കിന്നിനെ റാഡിക്കൽ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ സ്കിൻ റിപ്പയർ ചെയ്യും. അപ്പോൾ ദ മോംസ്കോ വൈറ്റമിൻ സി റേഞ്ച് എനിക്ക് ഒരു കിറ്റ് അയച്ചു തന്നിട്ടുണ്ട്. പിങ്ക് പൗച്ചിൽ
അതിലാദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് നാച്ചുറൽ വൈറ്റമിൻ സി ഫേസ് വാഷ് ആണ്. എപ്പോഴും അറിയാലോ, ഫേസ് വാഷ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്തും യൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം യൂസ് ചെയ്യേണ്ടത് പിന്നെ അവരുടെ ഒരു ടോണറുണ്ട്, നാച്ചുറൽ ഡെയിലി ഫേസ് ടോണറുണ്ട്, പിന്നെ നാച്ചുറൽ അഡ്വാൻസ്ഡ് ഫേസ് സിറം ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നാച്ചുറൽ വൈറ്റമിൻ സി ഫേസ് ക്രീം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഓൾറെഡി ഫേസ് വാഷ് വെച്ചിട്ട് എൻ്റെ മുഖമൊക്കെ നല്ല ക്ലീൻ ആക്കി കഴുകി വെച്ചു. പക്ഷെ പറ്റി പറയാനാണെങ്കിൽ നന്നായിട്ട് ക്ലെൻസ് ആൻഡ് ബ്രൈറ്റൻസ്. പിന്നെ അതുപോലെ നല്ല ഈവൻ സ്കിൻ ടോൺ, ചിലർക്ക് കളർ അവിടെ ഇവിടെയൊക്കെ മാറിയിരിക്കുന്നതൊക്കെ മാറാനൊക്കെ ഈ വൈറ്റമിൻ സിയുടെ ഫേസ് വാഷ് നല്ലതാണ്. അതേപോലെ പിന്നെ ഇറിറ്റേറ്റഡ് സ്കിൻ ഉണ്ടല്ലോ, ഭയങ്കര അലർജി, അതൊക്കെ ഒന്ന് സൂത്തൻ ചെയ്യും. പിന്നെ അതിലുപരി നമ്മുടെ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ഹൈഡ്രേറ്റഡ് ഫീൽ വരും. ഇനി അടുത്തത് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഫേസ് സിറമാണ്, നാച്ചുറൽ അഡ്വാൻസ്ഡ് ഫേസ് സിറം. ഞാനതൊന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇതാണ് നാച്ചുറൽ അഡ്വാൻസ്ഡ് ഫേസ് സിറം. ഇതിൻ്റെ 10% ഉണ്ട്, 20% ഉണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്നത് 20% ആണ്. ഇതും പറയുന്ന പോലെ തന്നെ 86% അസ്കോബിക് ആസിഡ് ഉണ്ട് ഇതിൻ്റെ അകത്തിലാണ്. റെഡ്യൂസസ് ഡാർക്ക് സ്പോട്ട്സ് ആൻഡ് ഈവൻ സ്കിൻ ടോൺ, പിന്നെ സ്കിന്നിൻ്റെ ഫേംനെസ്, പിന്നെ ബ്രൈറ്റൻ. ഇത് വൈറ്റമിൻ ഇ, ഓരോ ഫെറുലിക് ആസിഡ്, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, ഇതൊക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ടേക്ക് എ ഫ്യൂ ഡ്രോപ്സ് ആൻഡ് മസാജ് ഓവർ ഫേസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് തന്നെ ഒരു ഗ്ലോ ഒക്കെ വന്നല്ലേ. അപ്പം നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്തു, ടോണർ യൂസ് ചെയ്തു, ഫേസ് സിറം യൂസ് ചെയ്തു. ഉടനെ തന്നെ ഇടരുത്, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് നാച്ചുറൽ വൈറ്റമിൻ സി ഫേസ് ക്രീം. ഫേസ് ക്രീം എന്ന് പറയുന്നത് വൈറ്റമിൻ ഇയും ഒക്കെ അടങ്ങിയിരിക്കുന്നതിനെ ബ്രൈറ്റൻ ചെയ്യും, സ്കിൻ ഈവൻ ടോൺ ആക്കും, നല്ല ഇന്റൻസ് ഹൈഡ്രേഷൻ. ക്രീം ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ. അതേപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് വാങ്ങേണ്ടവർക്ക് താഴെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ പ്രൊഡക്ട്സ് എല്ലാം ഞാൻ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. വാങ്ങി യൂസ് ചെയ്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ. മോംസ്കോ നാച്ചുറൽ വൈറ്റമിൻ സി റേഞ്ച്. ഇത് നാച്ചുറൽ ടോക്സിൻ ഫ്രീ ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, ഏത് സ്കിന്നിനും സ്യൂട്ടബിൾ ആവുന്ന പ്രോഡക്ട്സ് ആണ്. ദ മോംസ്കോ വൈറ്റമിൻ സി റേഞ്ച്. കൂപ്പൺ കോഡ് RIMI15 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 15% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കും. എന്താ നമ്മുടെ ഇതെടുത്തു. ഇനി നമുക്ക് ഞാൻ കഴിക്കുന്നത് ഒരു 40 to 50 ഗ്രാം വരെ ആയിരിക്കും ഞാൻ എടുക്കുന്നത്. ഏകദേശം ഇത്രയൊക്കെ വരും. അപ്പൊ ഞാൻ എടുത്ത് ഇതുപോലെ ഒരു കുഞ്ഞ് കണ്ടെയ്നറിനകത്താക്കി നമുക്ക് വെക്കാം. ഇഷ്ടപ്പെട്ട ഓട്സ് നമുക്ക് എടുക്കാം. ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്ന നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള ഓട്സിന്റെ ഏതാണോ അത് നമുക്ക് യൂസ് ചെയ്യാം. ഇനിയാണ് നമ്മൾ പാല് യൂസ് ചെയ്യാൻ പോകുന്നത്. അത് സ്കിൻഡ് മിൽക്കോ ആൽമണ്ട് മിൽക്ക് അല്ലെങ്കിൽ സോയാ മിൽക്ക്, എപ്പിഗാമിയ. എനിക്ക് എപ്പിഗാമിയുടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ആൽമണ്ട് മിൽക്കാണ് ഇപ്പൊ ഇതിന്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. ഇനി അതല്ല, നോർമലി നമ്മുടെ നിങ്ങൾക്ക് എന്താ പറയാ സ്കിംഡ് മിൽക്ക് അല്ലാത്ത നോർമൽ മിൽക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് അവനവന്റെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഏത് പാല് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിപ്പോ യൂസ് ചെയ്യാൻ പോകുന്നത് ആൽമണ്ട് മിൽക്കാണ്. അപ്പൊ നമ്മൾ ആൽമണ്ട് മിൽക്ക് ഒരു 150ഓളം ആൽമണ്ട് മിൽക്ക് നമ്മൾ ഇങ്ങനെ എടുത്തു കേട്ടോ. ഇങ്ങനെ ഇതിന്റെ അകത്തോട്ട് നമ്മൾ ഒഴിച്ചു. നമ്മളൊരു സ്പൂൺ എടുക്കാം. ഓക്കെ, ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. വെള്ളത്തിലൊന്ന് ഒന്ന് കലക്കിക്കോ. ജസ്റ്റ് ഒന്ന് കലക്കിക്കോ കേട്ടോ. ഇനി നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് പിന്നെ ചിയാ സീഡ്സ്. ഈ ചിയാ സീഡ്സ് ഒക്കെ ഞാൻ മേടിച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇട്ട് വെച്ചേക്കുക. ചിയാ സീഡ്സ് ചിലർക്ക് ചിലപ്പോൾ അലർജി ഉള്ളവരുണ്ട്, ചിലർക്ക് വീസിങ്ങോ അല്ലെങ്കിൽ ചിലർക്ക് ബ്ലോട്ടിങ്ങോ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ വരും. പക്ഷെ ഒരു 90% ചിയാ സീഡ്സ് ഭയങ്കര നല്ലതാണ്, ഹെൽത്തിയാണ്. അത്രയും ഒരുപാട് മതി കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്നത് ഒരു 1 ടേബിൾ സ്പൂണോളം ചിയാ സീഡ്സ് ഇടുക കേട്ടോ. ചിയാ സീഡ്സ് ഒക്കെ കുറച്ച് വെള്ളത്തിൽ നമ്മൾ ഇപ്പൊ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് ചിയാ പുഡിംഗ് ഉണ്ടാക്കിയില്ലേ, കലക്ക് പറഞ്ഞോട്ടെ. ചിയാ സീഡ്സ് നമ്മൾ ഇനി വെറുതെ ഉണ്ടാക്കുവാണെങ്കിൽ ഒരിക്കലും വെള്ളത്തിൽ ഇട്ട പാടെ കുടിക്കാൻ പറ്റില്ല. അത് വെള്ളത്തിൽ മിനിമം ഒരു 10 മിനിറ്റെങ്കിലും കടന്ന് കുതിർന്നത് ഭയങ്കര ഡബിൾ ആകും. ഈ കാണുന്ന സംഭവമൊന്നുമല്ല. ചിയാ പുഡിംഗ് ഒക്കെ നമ്മൾ കണ്ടില്ലേ, അതുപോലെ ചിയാ പുഡിംഗ് നമുക്ക് ഇഷ്ടം പോലെ അത് മാത്രമായിട്ട് എടുക്കാം, ഒരു മീലായിട്ട് എടുക്കാം. ഇത് ശരിക്കും ഇങ്ങനെ നമ്മൾ നന്നായിട്ട് കൊടുക്കണം, ഇങ്ങനെ എന്നാലേ അത് ശരിക്കും ഇതായിട്ട് വരുള്ളൂ. ഇത് കടക്കട്ടെ. അതുകൊണ്ട് ഫസ്റ്റ് ചിയാ സീഡ്സ് ഞാൻ ഇട്ട് കൊടുത്തു. വെള്ളത്തിൽ കിടന്ന് അത് ഇങ്ങനെ കുതിർന്ന് വരണം. കുതിർന്നിങ്ങനെ
വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ പൊങ്ങി വരും. കണ്ടിട്ടുണ്ടോ ചിയാ സീഡ്സ് പൊങ്ങി വരുന്നത്? കണ്ടിട്ടില്ല, ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ കുട്ടാപ്പിക്കാണെങ്കിൽ പാട്ട് പാടാൻ തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ. ഇനി ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് അടുത്ത ചിയാ സീഡ്സിന്റെ കൂട്ടുകാരനാണ് ഫ്ലാക്സ് സീഡ്സ്. ഫ്ലാക്സ് സീഡ്സ് എങ്ങനെയാ മേടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാക്സ് സീഡ്സ് ഒക്കെ നമുക്ക് ആമസോണിൽ ഇങ്ങനെയൊക്കെ മേടിക്കാൻ കിട്ടും. ചിയാ സീഡ്സും ഒക്കെ നമുക്ക് ആമസോണിലോ ലുലുവിലോ എവിടെയൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പൊ ഇത് പ്ലാന്റ് ബേസ്ഡ് സൂപ്പർ ഫുഡ് എന്ന് പറയും. വളരെ ഹെൽത്തി ആയിട്ട് ഫ്ലാക്സ് സീഡ്സ് ഒക്കെ ഭയങ്കര ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. ഇതിനകത്ത് തന്നെ എത്ര കാര്യങ്ങൾ അവർ എഴുതിയേക്കുന്നതെന്ന് പറയട്ടോ. അപ്പോൾ ഇത് ചുമ്മാ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇത് നമ്മൾ മിക്സിയിലിട്ട് ശരിക്കും ഒന്ന് വറുത്ത് പൊടിച്ച് ഇങ്ങനെ വെച്ചേക്കും. അപ്പോൾ എളുപ്പമുണ്ട്. ഇതുപോലെ തുറന്ന് നമുക്ക് ആവശ്യത്തിന് ഇത് ഉപയോഗിക്കാം. അതുപോലെ ഞാൻ എവിടെയെങ്കിലും പോകണതുകൊണ്ട് കുഞ്ഞു ടിന്നിൻ്റെ അകത്ത് ആക്കി വെക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ഫ്ലാക്സ് സീഡ്സ് ഞാൻ 1 ടേബിൾ സ്പൂൺ, നിങ്ങൾക്ക് ഇനി വേണ്ടെങ്കിൽ 1 ടീസ്പൂൺ ആണെങ്കിലും ഇട്ടാൽ മതി കേട്ടോ. പക്ഷെ നമുക്കിപ്പോ 1 ടേബിൾ സ്പൂൺ നമ്മൾ ഇടാൻ പോവാ. ഓക്കെ, അത് കിട്ടും. നമ്മൾ ഇളക്കിക്കോ. താഴെ വീഴാണ്ട് ഇളക്കണേ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് കുറച്ച് സിന്നമൺ പൗഡർ ഇടാൻ പോവാണേ. സിന്നമൺ പൗഡർ, ഇതാണ് സിന്നമൺ പൗഡർ. സിന്നമൺ പൗഡർ ഭയങ്കര നല്ലതാ. എന്തൊക്കെയാ സിന്നമൺ പൗഡറിന്റെ ഗുണം? അതെ സിന്നമൺ പൗഡർ ഞാനൊരു 1/4 ടീസ്പൂൺ സിന്നമൺ പൗഡർ ഇടാൻ പോവാ. 1/4 ടീസ്പൂൺ പോലും വേണ്ട. പക്ഷെ ഭയങ്കര നല്ലതാണ് ഡൈജഷനും വെയിറ്റ് ലോസും ഒക്കെ നല്ലതാണ്. ആ കൂട്ടത്തില് ഇതൊക്കെ വേണമെങ്കിൽ ഹണിയൊക്കെ ഓപ്ഷണൽ ആണ്. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഹണി ഇട്ട് കൊടുക്കാം. ഹണി തീരുന്ന തരില്ല, പ്രശ്നം നമ്മൾ ഇച്ചിരി ജസ്റ്റ് തീർന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. ഓക്കെ, ഇളക്കിക്കോ. പിന്നെ അപ്പൊ ഇപ്പൊ ഹണി ഇട്ടു, സിന്നമൺ ഇട്ടു. ഇനി നമ്മുടെ മെയിൻ സംഭവം നമ്മൾ ഗ്രീക്ക് യോഗേർട്ട് എടുത്തു. തൈര് തരാം കേട്ടാ. കമ്മണിക്ക് തൈര് ഭയങ്കര ഇഷ്ടമാണല്ലേ? ഞാൻ തരാവേ. നമ്മള് ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കും. ഒരു 50 ഗ്രാം കാണും. 2 സ്പൂൺ, 2 ടേബിൾ സ്പൂൺ. അതിന് കളിക്കുക. അപ്പൊ നമ്മൾ ഗ്രീക്ക് യോഗേർട്ട് ആഡ് ചെയ്തു. ഇതിനകത്ത് വലിയൊരു മസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്രീക്ക് യോഗേർട്ട്. ഇതെല്ലാം കൂടെ ഗ്രീക്ക് യോഗേർട്ടും ചിയാ സീഡ്സും എല്ലാം കൂടെ വരുമ്പോഴാണ് ഇതൊരു ലാസ്റ്റ് ഒരു പുഡിംഗ് സ്റ്റൈല് വരാനാണ് നമ്മൾ ഗ്രീക്ക് യോഗേർട്ട് ഇടുന്നത് കേട്ടോ. പിന്നെ ഗ്രീക്ക് യോഗേർട്ട് പ്രോബയോട്ടിക്സ് അറിയാലോ, അത്രയും നല്ലതാണ്. നമ്മുടെ പ്രത്യേകിച്ച് നമ്മൾ ഈ ഡയറ്റ് നോക്കുന്നവരും ഹെൽത്തി ഫുഡ് കഴിക്കുന്നവർക്ക് കേട് ഭയങ്കര മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. തീർന്നു, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാനെന്താ വെച്ചാൽ കുറച്ച് ആൽമണ്ട്സ് ഇങ്ങനെ കുനുകുനാന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആൽമണ്ട്സോ ക്യാഷോ എന്താന്ന് വെച്ചാൽ നട്ട്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എനിക്ക് ഇതൊക്കെ എന്റെ സ്വന്തം ഐഡിയ കേട്ടോ. ഇതെല്ലാം ഓവർനൈറ്റ് ഓട്സ് എന്ന് പറഞ്ഞ റെസിപ്പി നമ്മൾ കിട്ടുമെങ്കിലും അത് എങ്ങനെ എത്രത്തോളം ടേസ്റ്റി ആക്കാന്ന് നമുക്ക് നമ്മുടെ ഐഡിയയിൽ ചെയ്യണം. ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതെല്ലാം കൂടെ ചേർക്കുമ്പോഴാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ ചിലപ്പോൾ വേറെ പല കാര്യങ്ങളൊക്കെ ചേർക്കുമ്പോഴായിരിക്കും. പക്ഷെ ഇത് കഴിച്ചു നോക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് എനിക്ക് മെസ്സേജ് അയക്കണം, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ, ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്കൊരു നുള്ള് ഉപ്പ് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടില്ല. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന്റെ മെയിൻ സംഭവം, എന്റെ ഏറ്റവും ഫേവറേറ്റ് ഈ ബനാന. വെറുതെ നമ്മളിങ്ങനെ ചതച്ചു കൊടുക്കുമ്പോൾ ഒരു കറക്റ്റ് ആയിട്ട് വരില്ല. അതിനുവേണ്ടി ഞാൻ ആമസോണിൽ മേടിച്ച് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര യൂസ്ഫുൾ ആ ഒരു കുഞ്ഞു സാധനമാണെങ്കിലും പെട്ടെന്ന് നമുക്ക് ക്രഷ് ചെയ്ത് നല്ല ഇതായിട്ട് എടുക്കാം. കണ്ടോ, ഇതിനെന്തോ ചുമ്മാ നിസാര വിലയേ ഉള്ളൂ. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോ കൊടുത്ത് കുട്ടാപ്പിയെ എന്നാണ് വിശേഷം? പിന്നെ കുട്ടിമണിക്കൊക്കെ കുട്ടിമണിക്ക് ഇടയ്ക്ക് പനിയൊക്കെ വന്നായിരുന്നു, വൈറൽ ഫീവർ. ഇപ്പൊ മാറി കേട്ടോ, ഇപ്പൊ മാറിയോ കുട്ടാപ്പി? കുട്ടിമണി കരഞ്ഞോ? പനി വന്നപ്പോ കുട്ടിമണിയെ നോക്കിയോ? എങ്ങനെ നോക്കി? സങ്കടം വന്നോ പനി വന്നപ്പോ കുട്ടിമണിക്ക്? അപ്പൊ നമ്മൾ പഴം ഇങ്ങനെ വന്നു കേട്ടോ, നല്ലതായിട്ട് ഇങ്ങനെ മിക്സിയിലെടുത്ത് അരച്ച പോലെ പഴം വന്നു. നമ്മൾ ബനാന ചേർത്ത്
കഴിക്കോ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓവർ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ പഴത്തിന്റെ കൂടെ കുറച്ച് പോമഗ്രാനൈറ്റും കൂടെ ഇട്ട് കൊടുക്കും. ഇത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഒരു 2 സ്പൂൺ അത്രയും മതി. എനിക്ക് ഒത്തിരി എല്ലാം കൂടെ ആകുമ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇത്രയൊക്കെ കഴിക്കാൻ പറ്റുമോ എന്ന്. പക്ഷെ ഇത് പെട്ടെന്ന് നമുക്കറിയില്ല, പെട്ടെന്ന് കഴിച്ചാൽ വയറ് വീർക്കുകയും ചെയ്യും. എന്നാൽ നമുക്ക് ഒരുപാട് കഴിച്ച പോലെ ഒന്നും അങ്ങനെ തോന്നില്ല. ഇടുമ്പോ ഇത്രയും സാധനം ഇടുന്നേ ഉള്ളൂ. നമ്മുടെ ഓവർനൈറ്റ് ഓട്സ് റെഡി. ഇത് ഇപ്പൊ കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു മിനിമം ഇനിയിപ്പോ രാത്രി വെച്ചാൽ രാവിലെ എടുക്കാം. ഇനി അതല്ല നമുക്ക് രാത്രി വെക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനിയിപ്പോ നമ്മള് ഉച്ചയ്ക്കാ വെക്കുന്നെങ്കിൽ രാത്രിയാണ് ഇത് കഴിക്കുന്നെങ്കിൽ മിനിമം ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ ഫ്രീസർ വെച്ചാൽ ചിലപ്പോൾ കട്ടയായിട്ടോ. അല്ലാണ്ട് നോർമൽ ഫ്രിഡ്ജ് വെച്ചാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചിയാ സീഡ്സ് ഒക്കെ ചിലപ്പോ കുതിർന്നില്ലെങ്കിൽ. എല്ലാവർക്കും ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞു. നമ്മൾ 5 lakh സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പം നമ്മുടെ പ്രോഗ്രാം ഒരു 80% ചേച്ചിമാരാ കാണുന്നത്. അതില്ല ചേട്ടന്മാർ കാണാത്ത കുട്ടാപ്പി. കാരണം നമ്മുടെ ടോപ്പിക് എല്ലാം അങ്ങനത്തെ സംഭവമല്ലേ. ചേട്ടന്മാർക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന ടോപ്പിക് അല്ലാത്തതുകൊണ്ടായിരിക്കും അല്ലേ. പക്ഷെ എന്നാലും ചേച്ചിമാർക്ക് ഒരു സ്പെഷ്യൽ ഉമ്മ കൊടുത്തേരും കുട്ടാപ്പിയും കമ്മനിയും കൂടെ കൊടുത്തേരും. ഓക്കെ, അപ്പൊ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ. റെഡിയായി. ഇപ്പൊ ടേസ്റ്റ് ചെയ്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. നമുക്ക് ഇനി വേറെ കാര്യം ചെയ്യാം. ഇതിപ്പോ നമ്മൾ ട്രാവലൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടെയ്നർ മേടിച്ച് വെച്ചാൽ ഒരു കുഞ്ഞിട്ടി ഇതൊക്കെ നമുക്ക് ആമസോണിൽ കിട്ടും. ഇതിന്റെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കയ്യിൽ ബാഗിലാണെങ്കിലും ഒക്കെ ഇട്ട് കൊണ്ടുപോകാം. അപ്പൊ ഇനി പുറത്തെ ഫുഡ് കഴിക്കണ്ട എന്ന് തോന്നുവാണെങ്കിൽ ഇതിന്റെ അകത്താണ്. അപ്പൊ ഈ പീനട്ട് ബട്ടർ നമ്മൾ വെച്ചു. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കഴിച്ചാൽ മതി കേട്ടോ. ഇനി ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ചിയാ സീഡ്സ് വേണമെങ്കിൽ അത്ര ഇടണ്ട, ഫ്ലാക്സ് സീഡ്സ് വേണമെങ്കിൽ ഇടണ്ട. പക്ഷെ ചിയാ സീഡ്സും ഈ പറഞ്ഞ പോലെ ഗ്രീക്ക് യോഗട്ടും സ്കിംഡ് മിൽക്കും ഓട്സും എന്ന് പറഞ്ഞൊരു ഭയങ്കര ഒരു കോമ്പിനേഷൻ തന്നെയാണ്. അതൊരു പ്രത്യേക സുഖം തന്നെയാണ്. ഇങ്ങനെ കഴിക്കാനും നിൽക്കരുത്. അത് ഫ്രിഡ്ജിന്റെ അകത്ത് വെച്ചിട്ടേ കഴിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ പേര് ഓവർനൈറ്റ് ഓട്സ് എന്ന് പറയുന്നത്. നാളെ എവിടെയെങ്കിലും പോവാണെങ്കിൽ എടുത്തോണ്ട് കൊണ്ടുപോകാലോ നമുക്ക്. ഇതിങ്ങനെ നമുക്ക് അടച്ചു വെക്കാം. എന്നിട്ട് വേണം നമ്മുടെ ഫ്രീസർ വെക്കാം. എന്നിട്ട് ബാഗിൽ ഇട്ടിട്ട് വേണമെങ്കിൽ നമ്മുടെ കൈ പിടിച്ചോണ്ട് വരാൻ നമുക്ക് പോവാം. എന്നിട്ട് സ്കൂളിൽ കോരി തിന്നാം. അപ്പൊ ഓവർനൈറ്റ് ഓട്സ് റെഡി. അപ്പൊ എല്ലാ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും താങ്ക് യു സോ മച്ച്. ഒരു പാട്ടോടെ പാടിട്ട് ആരെങ്കിലും ഒരു പാട്ട് പാടുക. പൊന്നെ പൊന്നമ്പളി നിന്നെ കാണാ കണ്ണായിരും വില്ലിൽ വാത്രിങ്കിളി നിന്നെ കായി തായി മണത്തുവ കുഞ്ഞിയുന്ന പെണ്ണിന്റെ പഞ്ചാര ചുണ്ടിലെ പാടാത്ത പാട്ടെടുത്ത് വന്ന് നൽകാം. കൺകിഴിരായിരം കൈക്കിഴി നീട്ടി ഞാൻ കണ്ണാടി കൈയുടെ കൽമേഘം പൊട്ടുതൊട. പാടാനുണ്ടോ? ഏതെങ്കിലും വേണ്ടല്ലേ. അപ്പൊ ഒരു ബൈ ബൈ പറഞ്ഞേ.